ആൻഡ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മലവാമിങ്കൽ. ഞാൻ ഹനാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈഗർ ഓൾറെഡി കണ്ടല്ലോ. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ ഹെയർ കെയർ റുട്ടീൻ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹെയർ ഒട്ടും ശരിയുണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് നോ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മൈ ഹെയർ വാസ് സോ ബാഡ്. അങ്ങനെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരു പ്രോപ്പർ ഹെയർ കെയർ റുട്ടീൻ്റെ വീഡിയോ ചെയ്യുന്നു. പലരും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് എൻ്റെ ഹെയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ മോശമാണെങ്കിലും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് എൻ്റെ എവറി ഡേ എന്നല്ല, ഞാൻ വീക്ക്ലി ഒക്കെ ഫോളോ ചെയ്യുന്ന ഹെയർ കെയർ റുട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹെയർ ടൈപ്പ് അല്ലെങ്കിൽ എൻ്റെ സ്കാൽപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വിചാരിച്ചു. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഐഡിയ ഉണ്ടാവും. ലൈക്ക് സെയിം ഹെയർ ടൈപ്പോ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് സ്കാൽപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കുമല്ലോ കാണുമ്പോൾ. അപ്പം എൻ്റെ സ്കാൽപ്പ് എന്ന് വെച്ചാൽ വെരി 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 ഓയിലി ആണ്. കുറച്ചൊന്നുമല്ല, ലൈക്ക് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തു. വിത്തിൻ 2 days എൻ്റെ ഹെയർ ഇപ്പം എന്താ പറയുക, ഇന്നുള്ള 2 ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ട് നടക്കുന്നത് പോലെ ഉണ്ടാവും. സോ ഇറ്റ്സ് ദാറ്റ് ഓയിലി. പക്ഷെ എൻ്റെ എൻഡ്സ് ആർ വെരി ഡ്രൈ. ഓക്കെ, ഇതിപ്പോൾ ഇന്നലെ ഷാംപൂ ചെയ്ത ഹെയർ ആണ്, അതുകൊണ്ടാണ് ഇത്ര കാണാൻ കുറച്ച് കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എവറി ഓൾട്ടർനേറ്റീവ് ഡേ ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഷാംപൂവും ചെയ്യും. എനിക്കറിയാം നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്, ഡെയിലി ഷാംപൂ ചെയ്യുന്നത് നല്ലതല്ല. ബട്ട് ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഞാൻ ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡെർമാറ്റ് പറഞ്ഞതാണ് എന്നോട് ദാറ്റ് ഐ കെൻ യൂസ് ഷാംപൂ എവറി ഡേ അല്ല, എവറി ഓൾട്ടർനേറ്റീവ് ഡേ. ആൻഡ് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ കിടക്കാം. അപ്പോൾ എൻ്റെ ഹെയർ ടൈപ്പ്, എൻ്റെ സ്കാൽപ്പ് പിന്നെ സ്ട്രെയിറ്റ് ഹെയർ ആണ്. ലൈക്ക് ദിസ് ഈസ് മൈ എന്താ പറയുക, എൻ്റെ റിയൽ ഹെയർ. ഞാൻ സ്മൂത്തനിങ്ങോ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് യു ഗൈസ് ടു തിങ്ക് ഞാൻ ഹെയർ ഒക്കെ സ്മൂത്തനിങ് ചെയ്തിരുന്നിട്ടാണ് ഈ ഹെയർ കെയർ റുട്ടീനെ പറ്റി സംസാരിക്കുന്നത്. സോ എൻ്റെ ഹെയർ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും ചെയ്തിട്ടില്ല. സ്മൂത്തനിങ് ഇല്ല, കെരട്ടിൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് എവർ യു സീ ഹിയർ ഇസ് ജെനറ്റിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എൻ്റെ ഹെയർ കെയർ റൂട്ടീനിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ എവറി ഓൾട്ടർനേറ്റീവ് ഡേ ഷാംപൂ ചെയ്യുന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ഷാംപൂവും നമുക്ക് ഒബ്വിയസ്ലി എവറി ഡേ അല്ലെങ്കിൽ എവറി ഓൾട്ടർനേറ്റീവ് ഡേ അല്ലെങ്കിൽ എവറി 2 days കൂടുമ്പോൾ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ക്വൈറ്റ് ഓബ്വിയസ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ എൻ്റെ ഡെർമാറ്റ് റെക്കമെൻഡ് ചെയ്ത ഒരു ഷാംപൂ ഉണ്ട്. ഇറ്റ്സ് വെരി മൈൽഡ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ഡവും കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ്. പക്ഷെ അത് ഞാൻ ഡെയിലി യൂസിന് റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ദിസ് വൺ ഇസ് ഗ്രേറ്റ്. ഇറ്റ്സ് എ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ്. ഇറ്റ്സ് കോൾഡ് മൈൽഡി എവറി ഡേ ഷാംപൂ. പിന്നെ ഇത് ആലോവേറ, it's enriched with aloe vera. പിന്നെ it's also paraben free. So it's a great one. I've been using this for കഴിഞ്ഞ എനിക്ക് ഒരു 4 to 5 years ആയിട്ട് ഞാൻ ഇത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലവ് ദിസ്. ഇനി ഇത് കൂടാണ്ട് എനിക്ക് വീക്ക്ലി വൺസ് ഒരു സൺഡേസോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ലൈക്ക് അല്ലെങ്കിൽ വെഡിങ്സും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഇസ് ദിസ് വൺ ഫ്രം ലോറിയാൽ. ഓക്കെ, എൻ്റെ ഫേവറേറ്റ്സ് വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റി ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ലോറിയൽ പാരീസ് എക്സ്ട്രാ ഓർഡിനറി ക്ലേ പ്യൂരിഫൈങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഷാംപൂ. ഞാൻ ഇതിന്റെ പേരും ഫോട്ടോസും പിക്ചേഴ്സും ഇവിടെ എപ്പോൾ ഇടുന്നത് പോലെ ഇടും. ഓക്കെ, സോ പേര് അലച്ചിട്ടാരും പേടിക്കണ്ട. ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ പ്രോഡക്റ്റ് ലിങ്ക്സും ഞാൻ കൊടുക്കാം. സോ യു കെൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിന്റെ ഒരു ഗുണം, ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഷാംപൂയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരുപാട് ഞാൻ യൂസ് ചെയ്ത ഷാംപൂ ഒന്നെങ്കിൽ അതിൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആക്കും. ലൈക്ക് സ്കാൽപ്പ് ശരിയാ എല്ലാം ക്ലീൻ ചെയ്യും, പക്ഷെ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈയും പിന്നെ എന്താ പറയുക, ഭയങ്കര പറക്കുന്ന പോലത്തെ കോലത്തിലാക്കിയെടുക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെയറിനുള്ള ഫിനിഷിംഗ് ഇല്ല. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ സത്യം എനിക്ക് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് തോന്നാറില്ല. ബിക്കോസ് ഇറ്റ് മേക്സ് മൈ ഹെയർ ലുക്ക് ദാറ്റ് ഗുഡ്. ലൈക്ക് യു നോ, ഇറ്റ്സ് വെരി, എനിക്കറിയില്ല ഹൗ ഡു ഐ പുട്ട് ദിസ് ഇൻ ടു വേർഡ്സ്. സ്കാൽപ്പിലെ ഓയിലിനെ ഇത് റിമൂവ് ചെയ്യും. പ്ലസ് എൻ്റെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി എന്നും പറയണമെന്ന് എനിക്കറിയില്ല, ബട്ട് വെരി സ്മൂത്ത് ആക്കും. അതേ സമയത്ത് ഇറ്റ് കീപ്സ് മൈ ഹെയർ ഇൻ പ്ലേസ്. അതിങ്ങനെ യുനോ, ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഒക്കെ ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കത് തീരെ ഇഷ്ടമല്ല. ബിക്കോസ് അതിൻ്റെ ഹെയറും സ്കാൽപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് സത്യം പറഞ്ഞാൽ ഹെയർ ഫോൾ ഇൻക്രീസ് ചെയ്തത് റാദർ ദാൻ റെഡ്യൂസിങ് ഇറ്റ്. അപ്പം അതാണ് എൻ്റെ ഫേവറേറ്റ് ഷാംപൂ. ലൈക്ക് ഞാനിപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ഇത് ഇത്രത്തോളം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇനി ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു കണ്ടീഷണർ ഉണ്ട്. ആക്ച്വലി ഞാൻ സൺസിൽക്കിന്റെ പിങ്ക് കളർ യൂസ് ചെയ്തത് ഫിനിഷ് ആയി, അതിൻ്റെ അടുത്ത് ബോട്ടിലില്ല. ദാറ്റ്സ് ഓൾസോ എ ഗുഡ് വൺ. സൺസിൽക്ക് ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷണറാണ്. ഇതിന്റെ റീസെന്റ് ഫൈൻഡ് ആണ്. ഇറ്റ് ഈസ് ദ ലോറിയാൽ ടോട്ടൽ റിപ്പയർ 5 റീസ്റ്റോറിംഗ് കണ്ടീഷണർ. ഇറ്റ്സ് ലൈക്ക് ഇത് ഞാൻ ഒക്കേഷണലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞു എനിക്ക് ആ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്ത ഫീലാണ്. പിന്നെ എൻ്റെ ഹെയർ അത്രക്ക് എനിക്ക് എന്താ പറയുക കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് അധികം തോന്നാറില്ല. ബട്ട് സ്റ്റിൽ ഐ യൂസ് ദിസ് ഇസ് എ ഗ്രേറ്റ് വൺ. എന്താ പറയാ, ഇത് ഡാമേജ് ഹെയറിന് നല്ലതാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ബട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹെയറിനെ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ഒരു ഷൈൻ, ഇത് ആക്ച്വലി എൻ്റെ ഹെയറിന് ഒന്ന് ഷൈൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സോ ദിസ് ഇസ് ഓൾസോ എ ഗ്രേറ്റ് വൺ. സോ യു കൻ ചെക്ക് ദിസ് വൺ ഔട്ട് ആസ് വെൽ. ഇനി ഇത് കൂടാണ്ട് ഒരു ഷാംപൂ കൂടി ഉണ്ട്. ഇത് റീസെന്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ തീർന്നു. ദിസ് ഈസ് എൻ എംപ്റ്റി ബോട്ടിൽ. ഇതിന്റെ ഡെർമാറ്റ് റെക്കമെൻഡ് ചെയ്തതാണ്. എനിക്ക് ഇപ്പം അടുത്തായിട്ട് ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ്. ഈ ഒരു എൻറ്റയർ ബോട്ടിൽ ഞാൻ ഫിനിഷ് ചെയ്ത് ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് ടു മീ. ഇതിന്റെ പേര് ഇസ് കെരാഗ്ലോ AD ആന്റി ഡാൻഡ്രഫ് ഷാംപൂ. അത്രയും എനിക്ക് അറിയാം. എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. But this is a great one if you have ഈ പറയുന്ന ഡാൻഡ്രഫ് ഇഷ്യൂസ്. ഇനി ഡാൻഡ്രഫിന് മറ്റൊരു സൊല്യൂഷൻ കൂടി ഉണ്ട്. അത് പക്ഷെ ഷാംപൂ കണ്ടീഷണേഴ്സിലല്ല, ഓയിലിങ്ങിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ആൻഡ് ദാറ്റ് ഈസ് ടീ ട്രീ ഓയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. ബട്ട് ഇറ്റ് സ്റ്റിങ്സ്. സത്യം പറയാലോ, ഇതിന്റെ സ്മെൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ സാധനം അടിപൊളിയാണ്. നമ്മളിന് ഓയിൽ സ്മെല്ല് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു റീൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ഹെയർ ഓയിൽ ചെയ്യുന്ന പരിപാടിയെ ഇഷ്ടമല്ല. ബിക്കോസ് ഓൾറെഡി ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പാണ്. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഓയിൽ എൻ്റെ ഹെഡ് തന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് ഓയിലിങ്ങിൻ്റെ ആവശ്യം അധികം വരാറില്ല. പക്ഷെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ ചെയ്യും. ആൻഡ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ 3 ഓയിൽസ് ആണ്. ദിസ് വൺ ഇസ് എ കാസ്റ്റർ ഓയിൽ. ഈ കാസ്റ്റർ ഓയിൽ കുറച്ചും അതിൽ ഒലിവ് ഓയിലിന്റെ അകത്ത് കുറച്ച് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ നോർമലി യൂസ് ചെയ്യും. പക്ഷെ അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കാസ്റ്റർ ഓയിലും ഒലിവ് ഓയിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ എനിക്കിപ്പോൾ ഡാൻഡ്രഫിന്റെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ടീ ട്രീ ഓയിൽ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ ഒലിവ് ഓയിലിന്റെ കൂടെ ടീ ട്രീ ഓയിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യും. ഇതിപ്പോൾ കയ്യിലെടുത്തിട്ട് തന്നെ സ്റ്റിങ്സ്. എനിവേ, അപ്പോൾ ഇത് 3 ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽസ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് വേറെ ഓയിൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് അതിന് ആവശ്യം വരാറില്ല. ഇനി അടുത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ഇസ് ഹെയർ മാസ്ക്. ഐ ലവ് എ ഗുഡ് ഹെയർ മാസ്ക്. അപ്പൊ എന്റെ കയ്യിലുള്ള 2 ഹെയർ മാസ്ക് ആണ് ദാറ്റ് ഞാൻ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇസ് ഫ്രം ആബ്സ് ഗുഡ്നസ്, അവരുടെ ഫെനുഗ്രീക് ബയോട്ടീൻ ആൻഡ് റെഡൻസിൽ ആന്റി ഹെയർ ഫോൾ ഹെയർ മാസ്ക്. പേര് പറയുന്നത് തന്നെ എനിക്ക് കുറച്ച് ഹെയർ ഫോൾ ഉണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ ഇത് അധികം യൂസ് ചെയ്യാം. പ്ലസ് ദിസ് ഇസ് ക്വൈറ്റ് അഫോർഡബിൾ. ഇത് കുറച്ച് പ്രൈസി ആണ്. ദിസ് ഇസ് ഫ്രം എഗ്ഡേ, അവരുടെ കെരാലൂഷ്യൻ ഹെയർ മാസ്ക്. ഇത് ആക്ച്വലി PR വന്നതായിരുന്നു. ബട്ട് ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ഞാൻ കുറച്ചായി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് പെട്ടെന്ന് ബോട്ടിലിന്റെ സൈസ് കണ്ടാലും ജഡ്ജ് ചെയ്യേണ്ട, പെട്ടെന്നൊന്നും തീർന്നു പോവില്ല. ഇനി ഹെയർ മാസ്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലെറ്റ് മീ പുട്ട് ഇറ്റ് ഔട്ട് ദെയർ. നമ്മുടെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമല്ല, ലൈക്ക് ഹെയർ വെറ്റ് ആയിരിക്കണം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇത് സ്കാൽപ്പിൽ മാത്രം ഇട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഇറ്റ് ഓഫ്. ഒന്ന്, ഇതിന്റെ സ്മെൽ ഇസ് അമേസിങ്. 2, ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലാവും. കാരണം എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്, സത്യം പറയാലോ. പക്ഷെ ഹെയർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ലെറ്റ് മീ ഓൾസോ പുട്ട് ദാറ്റ് ഔട്ട് ദെയർ. ഇത് ഡെയിലി യൂസ് ചെയ്യരുത്. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്സ് കൂടും. ഞാനൊക്കെ 2 വീക്സ് കൂടുമ്പോൾ ഒരിക്കൽ യൂസ് ചെയ്യുള്ളൂ, ഒരു മെയിൻ്റെനൻസ് റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഗോ ടു. ദ ഗ്രേറ്റ്. അപ്പൊ ഡു ചെക്ക് ദിസ് വൺ ഔട്ട്. ഞാൻ ഇങ്ങനെ എല്ലാം ചെക്കൗട്ട് എന്ന് പറയുന്നുണ്ടല്ലേ, വെറുതെ മീൻസ് ഒരു ഫ്ലോന് പറയുന്ന കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെക്കൗട്ട് ചെയ്താൽ മതി. ഇത് കൂടാണ്ട് ഇനി ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന വേറെ 2 പ്രോഡക്ട്സും കൂടി ഉള്ളൂ. ഐ തിങ്ക് ഐ ഡി നോട്ട് മെൻഷൻ ദിസ്. ഞാൻ അധികമായിട്ട് ഹെയർ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഹെയറിൽ ഒരുപാട് സംഗതികൾ ട്രൈ ചെയ്യാത്ത ഒരാളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കേളിങ് അങ്ങനെയുള്ള ഒന്നും അധികം ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഹെയർ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കേളായി നിൽക്കൂല. അതുകൊണ്ട് തന്നെ ഞാനത് അധികം യൂസ് ചെയ്യാറില്ല. ലൈക്ക് ഐ ഹാവ് എ കേൾ, പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യില്ല. ബിക്കോസ് ഞാൻ കേൾ ചെയ്താൽ അതൊരു 5 to 10 മിനിറ്റ്സ് ലാസ്റ്റ് ടൈം. അത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബാക്ക് ടു ദ സെയിം ലൈക്ക് ഇതേപോലെ തന്നെ മാറും. സോ ഞാൻ അങ്ങനെ അധികം കേളൊന്നും ചെയ്യാറില്ല. പക്ഷേ
അറ്റ് ടൈംസ് അല്ല ഞാൻ അധികം ചെയ്യുന്ന ഒരു കാര്യം ലൈക്ക് ഹീറ്റ് വെച്ചിട്ട് എന്നെ ഹെയറിൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ് ബ്ലോ ഡ്രൈ. അപ്പം അതെനിക്ക് റെഗുലർ അല്ലെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് ഞാൻ ലൈക്ക് മോർണിംഗ് എണീച്ച് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് പിന്നെ ബൈ ദ ടൈം ഇറ്റ്സ് വർക്ക് ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ വെറ്റ് ഹെയർ കൊണ്ടിരിക്കില്ല. അപ്പം അങ്ങനെ ഞാൻ ഹെയറിൽ ലൈക്ക് ഹീറ്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഇസ് ഡേ വൈൽ. സത്യം പറയുള്ളൂ ഇത് എത്രത്തോളം നല്ലതാണെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഐ എം യൂസിങ് ഇറ്റ് ബിക്കോസ് ഐ ഗോട്ട് ദിസ് ലൈക്ക് എ വൈൽ ബാക്ക്. ആൻഡ് ഇത് തീരുന്നില്ല. ഇത് തീർന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു ബ്രാൻഡിന്റെ ബി ബ്രാൻഡിന്റെ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഐ എം ലൈക്ക് ഇത് ഫിനിഷ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് പിക്ചർ ഇവിടെ ഇടും. ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ ബ്ലോ ഡ്രൈ ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമ്മളെ ഹെയർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഫ്രം ഹീറ്റ്. ഇനി അതല്ല എന്റെ ഹെയർ ലെറ്റ്സ് ഭയങ്കര ഓയിലി ആയി കിടക്കുകയാണ്, എവിടെയെങ്കിലും അത്യാവശ്യം ഒരു ഇവന്റിന് പോകാൻ നിൽക്കുന്ന സമയത്ത് എന്റെ സ്കാൽപ്പ് ഓയിലി ആയി നിൽക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബാറ്റിസ്റ്റേന്റെ പിന്നെ ഡ്രൈ ഷാംപൂ. ആൻഡ് ദിസ് ഇസ് എ ഹോളി ഗ്രെയിൽ പ്രോഡക്റ്റ്. എനിക്കറിയില്ല എത്ര പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പാണ് പിന്നെ അത്യാവശ്യമായിട്ട് പുറത്തു പോകുമ്പോൾ ഇങ്ങനെ സ്കാൽപ്പ് ഓയിലേക്ക് കിടക്കുന്നത് ഒരു വലിയ ഭംഗിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഗെറ്റ് ദിസ് സ്റ്റഫ്. എന്റെ തീരാറായിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഹെയർസ് ബെസ്റ്റ് ഫ്രണ്ട് ഐ മസ്റ്റ് സേ. ആൻഡ് ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇപ്പം നമ്മളെ ഹെയർ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആണെങ്കിൽ ഇതിങ്ങനെ നല്ലോണം ഷെയ്ക്ക് ചെയ്യുക, ഹെയർ ഒന്ന് സൈഡാക്കിയിട്ട് സ്പ്രേ ചെയ്യും. ഇപ്പം ഞാൻ സ്പ്രേ ചെയ്യില്ല. ഇത് സ്പ്രേ ചെയ്തതിന് പാട് ഒരു വൈറ്റിഷ് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അത് അതിൻ്റെ അകത്തേക്ക് ഡിസോൾവ് ആവും. ഓക്കെ, ഹെയറിലേക്ക് എന്നിട്ട് നമ്മൾ ഓയിലിനെ സക്ക് ചെയ്യും എന്നാണ് ഇതിന്റെ ഒരു സയന്റിഫിക് പാർട്ട്. ലൈക്ക് ഇതിന്റെ ഒരു ചെയ്യുന്നൊരു കാര്യം അതാണ്. ആൻഡ് ഇറ്റ് ഡസ് വാട്ട് ഇറ്റ് സേസ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതും തീർന്നിട്ട് എനിക്ക് അനോമലി ട്രൈ ചെയ്യണമെന്നുണ്ട്. അവരുടേതും അടിപൊളി സാധനമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് സോഫാർ ഞാൻ ഇത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊന്നും കൂടാണ്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റും കൂടി ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റോസ്മേരി വാട്ടർ. ഇത് ഞാൻ ഇടക്കിടക്ക് യൂസ് ചെയ്യാറുള്ളൂ, ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമൊന്നുമല്ല. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. ഓക്കെ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കൻ ലോക്ക് ദിസ്. അപ്പം ലോക്കായി അനങ്ങില്ല. ഓക്കെ, സോ ഇത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഹെയറിൽ സ്പ്രേ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി നൈറ്റ് കിടക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ഹെയറിൽ സ്പ്രേ ചെയ്യും. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ലൈക്ക് ഹെയർ ഗ്രോത്ത് ആൻഡ് സ്റ്റാഫ്. സോ ഇത്രയേ ഉള്ളൂ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ആൻഡ് വൺസ് അഗൈൻ ഇതൊന്നും ഞാൻ എവറി ഡേ യൂസ് ചെയ്യുന്ന കാര്യമല്ല. വീക്ക്ലി വൺസ് 2 വീക്സ് കൂടുമ്പോൾ ചിലതൊക്കെ എനിക്കൊന്നും മന്ത്ലി ഒന്നും യൂസ് ചെയ്യുന്നതില്ല. 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതൊക്കെ. ആൻഡ് യെസ്, അത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. എന്നോട് പലരും എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്താണ് ഹെയറിൽ യൂസ് ചെയ്യുന്നത്, ഹെയർ ഇങ്ങനെ ആവാൻ എന്താ ചെയ്യുക, ഇതൊക്കെ ജെനറ്റിക്സ് ആട്ടോ. അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സോ യെസ്, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതുള്ളത് കമന്റ് സെക്ഷനിൽ പറയാ. യെസ്, ഒരുപാട് പേര് കുറെ സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് കൺസിഡർഡ് ദം ഓൾ. ടൈം തരൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതന്നെ പറഞ്ഞത്, ടൈം തരൂ. ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ഐ എം പ്ലാനിങ്. അപ്പോൾ വണ്ണായിട്ട് നിങ്ങളെല്ലാം കാണുന്നതായിരിക്കും. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ എൻ്റെ ഒരു വീക്ക്ലി മെയിൻ്റെനൻസ് റുട്ടീനൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ മറ്റ് പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്താണെന്ന് അറിയാൻ പറ്റും. ഹെയർ കെയർ സ്കിൻ കെയർ റുട്ടീനൊക്കെ വെച്ചിട്ട് ഒരു 2024 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ ഒരു മന്ത്ലി റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് മന്ത്ലി മെയിൻ്റെനൻസ് എന്നിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഇതിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലാവും. സോ യെസ്, ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ലെറ്റ് മീ നോ. ഓക്കെ, ഐ വുഡ് ലവ് ടു ആൻസർ. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാ. കുറെ പേർക്ക് മേക്കപ്പ് അല്ല സോറി ലിപ്സ്റ്റിക്സ് വാച്ചസും അതൊക്കെ വേണമെന്ന് പറഞ്ഞു. നോക്കട്ടെ, ലിപ്സ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബിലേക്കല്ല, പിന്നെ യൂട്യൂബിലേക്കല്ല, ഇതിന് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണ്. സോ യെസ്, സ്റ്റേ ട്യൂൺ ഫോർ എവറിഥിങ് ദാറ്റ്സ് അബൌട്ട് ടു കം. ഇനി എന്ത് വേണമെന്നുള്ളതും കൂടി പറയാം. അപ്പം ഇത് കുറെ നേരം ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഓക്കെ, ബൈ. ഐ ഹോപ്പ് യു ഗൈസ് ഹാഡ് ഫൺ വാച്ചിങ് ദിസ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ യഥാശിസ്.